വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ ഇന്നലത്തെ റമദാൻ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്താഴത്തിൻ്റെ വിശേഷങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് വന്ന് ഒരു 4:30 ആ ഒരു ടൈമിലേക്ക് ഞാൻ അലാറം വെക്കട്ടെ. ആ ഒരു ടൈമിൽ തന്നെ കാക്കും വിളിക്കും. ഞാൻ അഥവാ അലാറം ഓഫാക്കിയിട്ട് കിടന്നാലോ വിചാരിച്ചിട്ട് ഒരു 4:30ക്ക് കാക്കു വിളിക്കും കേട്ടോ, എണീക്ക് എന്ന് പറഞ്ഞങ്ങാണ്ട്. എന്നാലും ഞാനൊരു 4:45 ആയിട്ടാണ് കേട്ടോ എണീച്ച് വരിക. ഇനിയിപ്പോൾ വന്ന പാടെ കൂട്ടാനൊന്ന് ചൂടാക്കി എടുക്കാന്നുണ്ട്. നമ്മൾ തലേ ദിവസം കറുകത്തും അതുപോലെ തന്നെ കൂർക്കയും കൂടെ കൂട്ടാൻ വെച്ചിരുന്നില്ല, അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന്. ചായക്കുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൊറിയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കറുകത്ത് എന്ന് പറയല്ലേടോ കർമൂസ എന്ന് പറയാറുണ്ടൊരു കമൻറ്റ് ഉണ്ടാകുന്നു കേട്ടോ. നമ്മൾ ഇവിടെ കറുകത്ത് എന്നാണ് പറയുക കേട്ടോ. പിന്നെ പപ്പായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം പപ്പായ എന്ന് പറയും, അടുത്ത പ്രാവശ്യം പിന്നെയും വായിൽ കറുകത്ത് എന്ന് തന്നെ വരും. അപ്പോൾ പിന്നെ ഓൾറെഡി എന്താ പറയുക, കറുകത്ത് എന്ന് പറയുന്നില്ലേ നല്ലത്. പിന്നെ നമ്മൾ കർമൂസ എന്ന് പറയില്ല കേട്ടോ, നമ്മൾ കറുകത്ത് എന്ന് പറയാം. അപ്പോൾ പിന്നെ നമ്മൾ പറയണതല്ലേ നമുക്ക് പറയണത് എന്താ പറയുക നല്ലത്. അപ്പോൾ തലേദിവസം ഞാൻ കുറച്ച് തേങ്ങാ ചമ്മന്തി കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങാച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുശാലായി അത്താഴം എന്ന് പറയില്ലേ, നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ. എന്താ പറയുക, എനിക്കങ്ങനെ കറി വേണം അങ്ങനത്തെ നിബന്ധനകളൊന്നുമില്ല കേട്ടോ. പെൽച്ചക്ക് ഇന്ന് വേണം, കണ്ടില്ലേ നേരത്തെ അത്താഴം എന്ന് പറഞ്ഞു, ഇപ്പോൾ പെൽച്ചാന്ന് വന്നു. നമ്മൾ പറയുന്ന ഭാഷയിൽ തന്നെ അങ്ങനെ സംസാരിക്കുക നല്ലതെന്ന് തോന്നും ചിലപ്പോൾ, എന്നാൽ പിന്നെ തപ്പും തടവൊന്നും വരില്ല. ഇനിയിപ്പോൾ അത്താഴമൊക്കെ കഴിച്ച് അന്ന് രാവിലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നോമ്പായതുകൊണ്ട് ഇപ്പോൾ ക്ലീനിങ് വീഡിയോ ചെയ്യാനൊന്നും വലിയ മൂഡില്ല കേട്ടോ. ക്ലീനിങ് അങ്ങനെ അതിൻ്റെ ആ ഒരു ആക്കത്തിന് എപ്പോഴാണോ തോന്നുന്നത് ആ ഒരു മൂഡിനനുസരിച്ച് അങ്ങനെ ചെയ്യും എന്നല്ലാണ്ട് വീഡിയോ എടുക്കാൻ തോന്നാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇനി പറ്റുകയാണെങ്കിൽ നോമ്പിന് ചെയ്യുക, അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിൽ കയറിയിട്ടുള്ളത് 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് വാക്ക് പല്ല് വേദന എടുത്തിട്ട് പല്ല് ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് വന്നപ്പോഴേക്കും 4:45 പിന്നെ എന്താ പറയുക നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയപ്പോഴേക്കും സമയം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ കയറിയതാണ്. ആദ്യം വിചാരിച്ചു ഒന്നും ഉണ്ടാക്കണ്ട, വീഡിയോ എടുക്കണില്ല എന്ന്. പിന്നെ വിചാരിച്ചു ഡെയിലി വീഡിയോ കാത്തു നിൽക്കണവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നിനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളം മാത്രം കിട്ടിയാൽ മതിയായിരുന്നു, വേറെ ഒന്നും വേണ്ട നോമ്പറക്കുമ്പോൾ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക ഇതുണ്ടല്ലോ തണ്ണിമത്തനുണ്ടല്ലോ, അത് വത്തക്ക വേഗം ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നൊക്കെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് പണി കഴിച്ചാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും പഞ്ചസാരയും മാത്രം ഇട്ടുങ്ങാണ്ട് നോർമലായിട്ടുള്ള ജ്യൂസ് അടിച്ചെടുത്തിട്ട് അതിൽ ഐസ് ക്യൂബ് ഇട്ടുങ്ങാണ്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ വേഗം റെഡിയാക്കിയിട്ട് ടൈം ഇട്ടുകയാണെങ്കിൽ കുറച്ച് നേരം അവിടെ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പക്ഷേ മാക്സിമം നമ്മൾ ആ ഒരു ടൈം വരെ എന്താ പറയുക കാര്യമായിട്ട് ഞാനൊരു 4:30 4:45 ആ ഒരു ടൈമിലാണ് കേട്ടോ കിച്ചണിൽ കയറൽ. അതുകൊണ്ട് അതുവരെ കിടക്കും. അതുവരെ കിടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം ഇതേപോലെ റെഡിയാക്കിങ്ങാണ്ട് പിന്നെ കുറച്ച് നേരം കിടക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് കായ്പോളയാണ് കേട്ടോ. അതാവുമ്പോഴും എളുപ്പപ്പണിയല്ലേ, വത്തക്ക ജ്യൂസിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ. അപ്പോൾ അതിന് വേണ്ടി ഒരു 3-4 പഴം പഴുത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചിലർ കായ്പോള ഉണ്ടാക്കുമ്പോൾ പഴം വാട്ടും കേട്ടോ. ഞാൻ വാട്ടാനും പിടിക്കാനൊന്നും നിന്നിട്ടില്ല, എളുപ്പം പണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ പഞ്ചസാര എടുക്കുമ്പോഴും അടിയിലേക്ക് കൊടുക്കണുണ്ടില്ല, അവിടെ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഇന്നലത്തെ സ്നാക്സ് നമ്മൾ ഉണ്ടാക്കിയില്ല ഇഡ്ഡലി തട്ടിൽ, അത് ചോദിച്ചിങ്ങാണ്ട് കരയാണ് കേട്ടോ. ഇഡ്ഡലി പാത്രം എടുത്ത് കൊണ്ടുവന്നിങ്ങാണ്ട് ഇതിൽ അപ്പം ഉണ്ടാക്കിക്കാട്ടെ എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കട്ടെ എന്നിട്ട് ഇത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിക്കാന്ന്. അതിലേക്ക് 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് എന്താ പറയുക പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മിക്സിയുടെ ജാർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആരും ചെയ്യാറില്ല, ഞാൻ ചെയ്തു എന്ന് മാത്രം. ഇനിയിപ്പോൾ അതിലേക്ക് കട്ടാക്കിയിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം കുറവാന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ കട്ടാക്കിയത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പാൻ ചൂടാക്കിയിട്ട്, കായ്പോള ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, ഞാൻ അഥവാ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് കേട്ടോ. ഇന്നലത്തെ റെസിപ്പി ഇതുപോലെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അരി അരച്ചിട്ടും ഉണ്ടാക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയാം കേട്ടോ, പച്ചരി അരച്ചങ്ങാണ്ട് ഉണ്ടാക്കണത്. അത് ഇൻഷാ അല്ലാഹ്
ഒരു ദിവസം ഞാൻ ചെയ്യണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിങ്ങാണ്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ അടുത്ത് 10-12 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ഫോർക്ക് കൊണ്ട് എന്തുകൊണ്ടെങ്കിലും ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ കുക്കായിക്കണോ എന്നുള്ളത്. അതിൽ ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ കുക്കായിക്കണോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ മിനിയാന്നത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. തലേ ദിവസം നമ്മൾ ചിക്കൻ കറി ഒന്നും എടുത്തിട്ടുണ്ടാകുന്നില്ല, ചോറാണല്ലോ വെച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ കറി ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിലേക്ക് കുറച്ച് നെയ്ച്ചോറ് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മലപ്പുറം താത്ത പറഞ്ഞ മാതിരി അതൊക്കെ ഇപ്പോൾ ഇത്തിരി കഷ്ണം വേണമെന്നൊന്നുമില്ല. ഒരു ഉള്ളി തക്കാളി ഇട്ടുങ്ങാണ്ട് ആ ചട്ടിക്കൊന്ന് ചുറ്റി പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികൾക്ക് റാഹത്തായി അറിയില്ല. എന്നാൽ പോലെ അതിൻ്റെ ആ ഒരു ചൂരുമാണം ഉണ്ടായാൽ മതി കേട്ടോ. അതിലൊരുപാട് കഷ്ണം ഇല്ലല്ലോ, ചിക്കനില്ലല്ലോ, ബീഫില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് ഒരു ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് ആ ചട്ടി ഒന്ന് ചുഴറ്റി പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക സന്തോഷമായിട്ടോ. ഇന്നിനിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണില്ല, ഒന്നിനും വയ്യ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ബ്രഷ് ചെയ്തിങ്ങാണ്ട് അതിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മൂല ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ചിക്കൻ കറി നെയ്ച്ചോറും. എന്നാലും നെയ്ച്ചോറുക്കല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഷ്ണമില്ല എന്നുള്ളൂ, പക്ഷെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചത് തന്നെയാണ്. ചിക്കൻ കറിയല്ലേ, എന്തായാലും വേറെ എന്തൊക്കെയും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. എന്നാൽ പിന്നെ ഒറ്റ വിസിലിന് പണി കഴിയുമല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഓയിലും അതുപോലെ ഏലക്ക ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കിയിടും. എന്നിട്ട് അതിൻ്റെ ആവി ഫുള്ള് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാൽ പക്കയായിട്ട് കിട്ടിക്കോളും, നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറ് കിട്ടും കേട്ടോ ഒറ്റ വിസിലിന്. ഇനിയിപ്പോൾ ഞാനതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. അയാനെക്കുട്ടി വല്ലാതെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആൾ ഉറങ്ങി എണീച്ച്, ആളെ ഉറക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഉറങ്ങി എണീച്ചിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസും ഇതൊരു കഷ്ണവും കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് കട്ടാക്കിയിട്ട് എടുക്കുകയെന്ന് വേഗം. കുറേ നേരമായി അപ്പുണ്ടാക്കിത്താന്ന് പറഞ്ഞു പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം നല്ല ചൂട് കേട്ടോ. അപ്പം ഞാൻ ചട്ടക എടുത്തുങ്ങാണ്ട് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല കനത്തിലുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അതിന് നമ്മൾ ഒരുപാട് മുട്ടയും ഒരുപാട് എന്താ പറയുക പഴമൊക്കെ യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ കയ്യിലുള്ളത് വെച്ചിങ്ങാണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. വത്തക്ക കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ 4 പുറമൊന്ന് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിടത്ത് എല്ലാതും ഒന്ന് സെറ്റാക്കി കേട്ടോ. സ്നാക്സും അതുപോലെ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പണിയും കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഒരുപാട് ടൈമുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നൊക്കെ കഴിഞ്ഞെന്ന് തന്നെ അറിയില്ല കേട്ടോ. കാരണം ഒക്കെ സിമ്പിളായിട്ടുള്ള പരിപാടികളല്ലേ. അതുകൊണ്ട് ഒരു 5:45 മണി കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറിയത്. പക്ഷേ ഒരു 5:45 5:50 ആയപ്പോഴേക്കും എൻ്റെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ചായക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചായ കുടിക്കാനൊരു മോഹം കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും തിളച്ച് വന്നിട്ട് അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ജഗ്ഗിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചായയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ചൂടിൽ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോഴേക്കും പുറത്തത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തീരെ ചിക്കൻ ഇല്ലാതെ കറിയൊന്നും അല്ലട്ടെ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട. അപ്പോൾ അത് ഞാൻ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച തന്നെ നമ്മളെ വയറ് നിറഞ്ഞ പോലെയല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്